നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ ഫോറസ്റ്റ് കൺസർവേറ്റർ NT സാജനും 24 ന്യൂസ് ചാനലിലെ മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടവും കേസിലെ മുഖ്യപ്രതികളുമായി ഒത്തുകളിച്ചെന്ന അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് ജനം ഡിബേറ്റ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. മരമുറിയിൽ പ്രതികളായ സഹോദരന്മാരെ സംരക്ഷിക്കാനും സത്യസന്ധരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അപകീർത്തിപ്പെടുത്താനുമുള്ള സംഘടിതമായ ശ്രമമാണ് നടന്നതെന്ന് രാജേഷ് രവീന്ദ്രൻ വനം വകുപ്പ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോജിക്കാത്ത പ്രവൃത്തിയിലേർപ്പെട്ട NT സാജനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ശുപാർശ സ്ഥലം മാറ്റത്തിലൊതുക്കി. തലശ്ശേരിയിലെ ധർമ്മടം സ്വദേശിയായ സാജനെ സംരക്ഷിക്കുന്നതാര്? മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം ഇടനിലക്കാരനായത് ആർക്ക് വേണ്ടി? മുട്ടിൽ മരമുറി കേസിലെ ധർമ്മടം ബന്ധമെന്ത്? നിയമസഭയിൽ ധർമ്മടം മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായ പിണറായി വിജയൻ ഈ ബന്ധത്തെപ്പറ്റി തുറന്നു പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ റോയ് മാത്യു, വനം മന്ത്രിയുടെ പാർട്ടിയായ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K ഷാജി, കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവ അതിഥികളായി പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ഷാജി, ഫോറസ്റ്റ് കൺസർവേറ്ററായ NT സാജൻ മുട്ടിൽ മരമുറി കേസ് അന്വേഷണം അട്ടിമറിച്ചെന്നാണ് അഡീഷണൽ PCCFൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മണിക്കുന്നുമലയിലെ മരമുറിയിൽ അദ്ദേഹം കെട്ടിച്ചമച്ച അന്വേഷണം നടത്തി. ഫീൽഡ് റിയാലിറ്റീസ് അവഗണിച്ചു. സാജന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിയാലോചിച്ചില്ല. കേസിലെ പ്രധാന പ്രതികൾ കൈമാറിയ രഹസ്യ വിവരം അദ്ദേഹം അന്ധമായി വിശ്വാസത്തിലെടുത്തു. പ്രതികളുമായി സാജൻ തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടു. 24 ന്യൂസിലെ ദീപക് ധർമ്മടവുമായും തുടർച്ചയായി ഫോണിൽ സംസാരിച്ചു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വനം വകുപ്പിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരായുള്ള സാജൻ്റെ ഇടപെടലിലേക്കാണ്. മാധ്യമങ്ങളിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കാനായി അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ കാമ്പുള്ളതായി ഒന്നുമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാജനെതിരെ അടിയന്തര അച്ചടക്ക നടപടി ശുപാർശ ചെയ്തത് കഴിഞ്ഞ ജൂൺ 29-നായിരുന്നു. ഇന്നേക്ക് 55 ദിവസം കഴിഞ്ഞിട്ടും സാജനെ കോഴിക്കോട് നിന്നും കൊല്ലത്തേക്ക് സ്ഥലം മാറ്റിയതൊഴിച്ചാൽ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സാജൻ ആരുടെ പ്രിയപ്പെട്ടവനാണ്? മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവനാണോ അതോ മന്ത്രി AK ശശീന്ദ്രൻ്റെ ഇഷ്ടക്കാരനാണോ? താങ്കളുടെ മറുപടി. ഈ മുട്ടിൽ മരമുറി കേസിനെ കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി വരികയാണ്. ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി അന്വേഷണം നടത്തി അന്വേഷണം ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, സർവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രമുഖർ അടങ്ങുന്ന ഒരു ടീമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ വനം വകുപ്പ് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ വനം വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. അവർ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് ഗവൺമെൻറ്റിന് കടക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, അദ്ദേഹം ഒരു IFS ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ഊഹാപോഹങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിന് പകരം ഒരു ശരിയായ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം
നടപടിയിലേക്ക് ഗവൺമെൻറ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പൂർത്തീകരിച്ച് അതിൽ കുറ്റക്കാരൻ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം നിശ്ചയമായും തക്കതായ കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കുറ്റക്കാരായ ഒരാളിനെയും സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കർശനമായ നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കും. പക്ഷേ അത് അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രധാന അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ഷാജി, ഇതിൽ അവസാനം ഈ റിപ്പോർട്ടിൻ്റെ 18 പേജാണ് റിപ്പോർട്ട്. അവസാനം പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ശ്രീ NT സാജൻ IFS ഹാഡ് ആക്റ്റഡ് ഇൻ എ ഹൈലി അൺഡിസയറബിൾ, ഡിപ്ലോറബിൾ ആൻഡ് ഗ്രീവിയസ് മാനർ അൺബിക്കമിങ് ഓഫ് എ സിവിൽ സർവൻറ്റ് in submitting his report dated 15/2/2001 to PCCF, virtually derailing the investigations into OR 1/2021 of Mepadi Forest Range and turning the attention onto a subject that was false and baseless. That in so doing he was involved with the prime accused in OR 1/2021 of Mepadi Forest Range and their accomplices makes it even more worse, warranting immediate initiation of disciplinary action for major penalty against him. Considering the gravity of the matter, he may during the interregnum be kept away from his duties in the northern region so that he doesn't get to influence and tamper with the evidences in the case. അദ്ദേഹത്തെ സ്ഥലം മാറ്റി, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സ്ഥലം മാറ്റി. പക്ഷേ ഇതിലെ ഒരു ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുമായി അഗസ്റ്റിൻ സഹോദരന്മാരുമായി ചേർന്ന് കളിച്ചു. മാത്രമല്ല അദ്ദേഹം തെറ്റായ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് എതിരെ കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനും എതിരെയും, അതായത് കണ്ണൂർ റേഞ്ച് CFനെതിരെയും ധനേഷിനെതിരെയും അതുപോലെ ഈ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സമീറിനെതിരെയും, കാരണം അവരുടെ പ്രവൃത്തി ശരിയല്ല എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത്, അവർക്കെതിരെ നടപടിയെടുക്കണം, അച്ചടക്ക നടപടിയെടുക്കണം എന്നാണ് NT സാജൻ ശുപാർശ ചെയ്തത്. ഇതൊക്കെ തികച്ചും ദുരുദ്ദേശപരമാണ് എന്നാണ് അഡീഷണൽ PCCF രാജേഷ് രവീന്ദ്രൻ IFS നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. 55 ദിവസം കഴിഞ്ഞു, സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു CFനെ, കൺസർവേറ്ററെ കൊല്ലത്തേക്ക് മാറ്റിയതുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തിൽ ഇടപെടില്ല എന്നും അതുപോലെ അദ്ദേഹം ഈ തെളിവുകൾ നശിപ്പിക്കില്ല എന്നും നമുക്ക് കരുതാനാവുമോ? കോഴിക്കോടും കൊല്ലവും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെ നടപടിയല്ലേ എടുക്കേണ്ടത്? ഏറ്റവും ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ? അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ ഉണ്ടാവണ്ടേ? എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് പൂർത്തീകരിക്കുന്നതിന് ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അതിനിടയിലാണ് ഈ ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് കൂടി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ നടപടിയിലേക്ക് പോകും. ഇപ്പോൾ ധർമ്മടത്തുള്ളവരെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ ധർമ്മടത്തുള്ളവരെല്ലാം പിണറായി വിജയൻ്റെ ആളുകളാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ധർമ്മടത്തുള്ളവരെല്ലാം സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ ശക്തനായൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു സൽഭരണം കേരളത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്തുണ്ടെങ്കിലും അതെല്ലാം ശ്രീ പിണറായി വിജയൻ്റെ തലയിൽ കൊണ്ടടിക്കുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല. ഓക്കെ, ശ്രീ നിജേഷ് അരവിന്ദ്, NT സാജൻ എന്ന IFS ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ പരാമർശങ്ങളൊന്നുമില്ല എന്നാണ് വനം മന്ത്രി ഈയിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം പറയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഗുരുതരമല്ല എന്ന്. അതായത് സാജനെ വെള്ളപൂശാനും ന്യായീകരിക്കാനുമാണ് മന്ത്രി ശ്രമിച്ചത്. ആരോപണ വിധേയനായിട്ടും ഇതേ സാജനുമായി മന്ത്രി വേദി പങ്കിട്ടു. മാത്രമല്ല, വനം മന്ത്രി ആയതിനു ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തിയ മന്ത്രിയെ റെസ്റ്റ് ഹൗസിൽ ആദ്യമായി കണ്ടത് സാജനും ഈ മാധ്യമപ്രവർത്തകനായ
ദീപക് ധർമ്മടവുമാണ്. ഇതിൽ നിന്നെല്ലാം എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ശ്രീനിജേഷ്? ഇവിടെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഷാജന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾ അഗസ്റ്റിൻ സഹോദരന്മാരാണ്. ആ ഷാജനാണ് ഇപ്പോ ശ്രീ AK ശശീന്ദ്രൻ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വ്യക്തമാണ് എന്നുള്ളത് പുറത്തു പറയേണ്ട കാര്യം ഇല്ലല്ലോ. നമ്മൾ ഈ മരംമുറി ശാസ്ത്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഭരണത്തിൽ നടത്തിയ മരംമുറി അതൊരിക്കലും പുറത്തു വരില്ലായിരുന്നു. സമീർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നുവെങ്കിൽ, എറണാകുളത്തെ മലബാർ ടിമ്പേഴ്സിന്റെ ഉടമസ്ഥന് സംശയം തോന്നിയില്ലായിരുന്നുവെങ്കിൽ വളരെ ശാസ്ത്രീയമായി ഇത് നടക്കുമായിരുന്നു. NCPയുടെ നേതാവിനോട് ചോദിക്കുന്നത്, ഈ ഇത്രയേറെ പണം ചെലവഴിച്ച് താങ്കളുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ നടന്ന ഒരു അഴിമതി 18 പേജുള്ള റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടതില്ലേ? അത് എത്ര ലാഘവത്തോടുകൂടി അന്തിമ റിപ്പോർട്ട് എന്ന് പറയുന്നു. എന്റെയും നിങ്ങളുടെയും നികുതി പണം എത്ര ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടാവും? 2 ദീപക് ധർമ്മടം. നമ്മൾ പഠിക്കേണ്ട കാര്യം, ദീപക് ധർമ്മടം എന്ന് പറയുന്ന നേരത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുടുങ്ങിയ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയപരമായി ഞങ്ങൾക്കൊക്കെ വളരെ അടുപ്പം അറിയാവുന്ന, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് MP ശ്രീ MK രാഘവന് നേരെ ഒരു ആരോപണം വന്ന സമയത്ത് 24 മണിക്കൂർ പ്രവർത്തിച്ച, 24 മണിക്കൂറും വാർത്ത പുറത്തുവിട്ട ദീപക് ധർമ്മടത്തിന്റെ രാഷ്ട്രീയത്വത്തിന് ഞാൻ പറയുന്നില്ല, അത് കൃത്യമാണ്, ക്ലിയർ ആണ്. ആ ദീപക് ധർമ്മടം സമീർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ തൊട്ടടുത്തുള്ള സ്ഥലത്ത്, മണിമലക്കുന്നോ മറ്റോ പറയുന്ന സ്ഥലത്ത് 3 മരം മുറിക്കേണ്ടിടത്ത് 7 മരം മുറിച്ചു, അത് സമീർ ആണ് എന്ന് പറഞ്ഞ് സമീർ എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ വേണ്ടി നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവിട്ട ദീപക് ധർമ്മടത്തിനെതിരെ പോലീസ് ഫോറസ്റ്റ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും അത് ലാഘവത്തോടുകൂടി തള്ളുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. 2, ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഡെപ്പോസിറ്റ് അഥവാ പങ്കാളിത്തമുള്ള ചാനൽ, അതുമാത്രമല്ല റിപ്പോർട്ടർ ചാനലിന്റെ മേജർ ഷെയർ ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. 2 മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ്, ആ തട്ടിപ്പ് നടത്തുന്നതിനെ ഇത്ര എളുപ്പത്തിൽ വിടുന്നത് ശരിയാണോ എന്നുള്ളതാണ്. പിന്നെ IG ശ്രീജിത്ത്, ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയുകയല്ല, അദ്ദേഹം പിണറായി വിജയന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥനാണ്. ഈ മരം വെട്ടിന് കാരണക്കാരായത് റവന്യൂ മന്ത്രി ഉൾപ്പെടെ വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുവിട്ട ഒക്ടോബർ മാസത്തെ വിവാദപരമായ പിന്നീട് പിൻവലിച്ച വിവാദപരമായ ഉത്തരവാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടന്നത് എങ്കിൽ ഉത്തരവ് ഇട്ട ആളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കേസെടുക്കേണ്ടത്. അതിന് കേരളത്തിനകത്തുള്ള പിണറായി വിജയന്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ വന്ന് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്ത പോലെ കുറച്ച് ബലിയാടുകളെ ഉണ്ടാക്കിയിട്ട്, കുറച്ച് വാച്ചർമാരെയും കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും ബലിയാടുകളാക്കാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി, ഏറ്റവും വലിയ വനംകൊള്ള, ആ വനംകൊള്ളയുടെ പിറകിലെ വെട്ടിച്ചവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് തയ്യാറെടുപ്പ് നടത്തിയ മാധ്യമ പ്രവർത്തകൻ ദീപക് ധർമ്മടം ഉൾപ്പെടെയുള്ള ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടത്, അല്ലാതെ ഏതോ ഒരാൾ എന്നല്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ധർമ്മടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമാണ്. ആ ധർമ്മടത്തുള്ള മാധ്യമ പ്രവർത്തകനാണ് ദീപക് ധർമ്മടം. ആ ധർമ്മടത്തു നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഷാജൻ. ആ 3 കൂടി കൂട്ടി വായിക്കാൻ ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് പ്രയാസമില്ല. അതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. തങ്ങളുടെ മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഞാനല്ലായിരുന്നു അന്നത്തെ മന്ത്രി, എന്റെ കാലത്തല്ല ഇത് സംഭവിച്ചത്. അത് അദ്ദേഹത്തിന് പറയാം, പക്ഷെ നിങ്ങളുടെ കാലഘട്ടത്തിലാണ്, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരുപാട് വിഷയങ്ങൾ തള്ളി വരുമ്പോൾ, തട്ടിപ്പുകളും വെട്ടിപ്പുകളും തള്ളി വരുമ്പോൾ തിരശ്ശീലയ്ക്ക് പിറകിൽ പോയി എന്ന ആശ്വാസമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. ഒരു സംശയവും വേണ്ട, മറ്റൊരു ഏജൻസി അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി കടക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, മുട്ടിൽ മരംമുറി കേസിലെ ധർമ്മടം ബന്ധം എന്ന വിശദമായ ചർച്ചയിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ജനഡിബേറ്റ് തുടരുന്നു. ഇനി മാധ്യമപ്രവർത്തകന്റെ ഇടപെടലിലേക്ക് വരാം. ശ്രീ റോയ് മാത്യു, വനം കൊള്ളക്കാർക്ക് മാധ്യമപ്രവർത്തകന്റെ വഴിവിട്ട സഹായം. ഒരു മാധ്യമപ്രവർത്തകൻ ജോലിയുടെ ഭാഗമായി പലരെയും വിളിക്കും. പക്ഷേ ദീപകിൻ്റെ ഇടപെടൽ അതായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സാജൻ എന്ന ഉദ്യോഗസ്ഥൻ്റെയും പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെയെല്ലാം നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അതുവഴി സ്വാർത്ഥ ലാഭമുണ്ടാക്കാനും കെട്ടിച്ചമച്ച വാർത്ത കൊടുത്തു എന്നതാണ് ദീപക് ധർമ്മടൻ ചെയ്ത കുറ്റം. 8 വർഷം മുമ്പ് ബംഗളൂരു യൂണിവേഴ്സിറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചതിന് ദീപക്കിനെതിരെ പോലീസ് കേസ് നിലവിലുണ്ട്. ഇയാൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ധർമ്മടത്തുകാരനാണ്. NT സാജൻ ധർമ്മടത്തുകാരനാണ്. ദീപക് വിജയേട്ടൻ എന്നേ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യാറുള്ളൂ. അയാൾ തന്നെ അവകാശപ്പെടുന്നുണ്ട് അയാൾ പറയുന്നതെല്ലാം വിജയേട്ടൻ ചെയ്തു കൊടുക്കുമെന്ന്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ലാർജർ കോൺസ്പിറസി നടന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനിലെ, കേരളത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു സാഹചര്യം. അതായത് അഴിമതിയെക്കുറിച്ച് ആരോപണം ഉണ്ടായാൽ ഉടൻ തന്നെ സർക്കാർ ഒന്നുകിൽ ശബ്ദധാരാവലിയോ അല്ലെങ്കിൽ ഡിക്ഷണറിയോ ഒക്കെ എടുത്ത് അഴിമതിയുടെ നിർവചനം കണ്ടുപിടിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഈ ഭരണകാലത്ത് ഈ മാധ്യമപ്രവർത്തകർക്കെതിരെയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഉണ്ടായ പോലീസിൻ്റെ അന്വേഷണം ത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എനിക്ക് അത്തരം ഒരു ശുഭാപ്തി വിശ്വാസം ഞാൻ വെച്ച് പുലർത്തുന്നില്ല. കാരണം ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന പല സാധനങ്ങളും ആക്കി വെളുപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അടുത്ത അനിൽ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതായത് ഈ ദീപക് ധർമ്മടം എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അയാൾ മാധ്യമപ്രവർത്തകനാണോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ പിൻകാല ചരിത്രം എടുത്തിപ്പോൾ അനിൽ പറഞ്ഞതുപോലെ തന്നെ പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതവിടെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് ഇതിനകത്ത് വളരെ നിശ്ചിതമായ രീതിയിൽ ഈ റിപ്പോർട്ടുകളിലെല്ലാം ഇതിനു മുമ്പ് എഴുതിയ TK വിനോദ് കുമാറിൻ്റെ റിപ്പോർട്ടിനകത്തും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാജേഷ് രവീന്ദ്രൻ്റെ റിപ്പോർട്ടിനകത്തും ഈ മാധ്യമപ്രവർത്തകൻ്റെ ഇടപാടുകളെക്കുറിച്ച് വളരെ സവിസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ മറവിൽ ഇതൊരു തരം കൂട്ടിക്കൊടുപ്പാണ്. അതേപോലെ തന്നെ ഇതൊരു തരം പവർ ബ്രോക്കറേജ് ആണ്. ഇതൊരു മാതിരി ബ്രോക്കറുടെ പണിയാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? കേരളത്തിലെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കാവൽ നായയുടെ റോളാണ്. അതായത് പ്രകൃതി, നമ്മുടെ ഭരണഘടനയിൽ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളിനകത്ത് എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ പ്രകൃതി സമ്പത്തും വനം, നദി ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളൊരു ജനതയാണ് നമ്മൾ. ആ ബാധ്യതയുള്ള ജനതയുടെ ഭാഗമായി കാവൽ ഭടനായി നിൽക്കേണ്ട ഒരു ജേർണലിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ ഇടനിലക്കാരായ കച്ചവടക്കാരന്മാരിൽ നിന്നും ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പണം വാങ്ങിയോ അല്ലാതെയോ അയാൾ ഏതായാലും ചാരിറ്റിയുടെ ഭാഗമായി ചെയ്തതാണെന്ന് ആ റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ല. ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണ് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ആ സ്ഥാപനത്തിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംശയാസ്പദമായ സാഹചര്യം. എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ആ മാധ്യമപ്രവർത്തകനെ അയാളുടെ സ്ഥാപനം ഇപ്പോഴും നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റു പലതുമുണ്ട്, മറ്റു പല താല്പര്യങ്ങളുണ്ട്, മറ്റു പല ഇടപാടുകളുമുണ്ട് എന്ന് ന്യായമായ രീതിയിൽ ഞാൻ സംശയിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇത്ര 2 തവണയാണ് ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് ഈ മാധ്യമപ്രവർത്തകനെതിരെ വനം വകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല. അതേപോലെ തന്നെ ഇവിടെ സാധാരണഗതിയിൽ മറ്റു മാധ്യമപ്രവർത്തകർ ഉദാത്ത മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്നവരാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവർ, അതുപോലെ തന്നെ DYFIക്കാർ, CPMകാരൊക്കെ മാധ്യമപ്രവർത്തകർ എങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തണമെന്ന് സ്ഥിരമായി വന്നിരുന്ന് ചാനലുകളിൽ വന്ന് പ്രഘോഷിക്കുന്നവരാണ്. അവരാരും മിണ്ടുന്നില്ലല്ലോ. ദീപക് ധർമ്മടത്തിൻ്റെ പേര് ഇത്ര ഗുരുതരമായ രീതിയിൽ വന്നിട്ട് അവരാരും മിണ്ടുന്നില്ല. അവരെല്ലാം വായില്ല കുന്നിൽ അപ്പന്മാരെ പോലും മിണ്ടാതിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരുടെയും പിൻകാല ചരിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളാണ്. ഞാൻ 2 ഉദാഹരണം പറയാം. 2006 അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്താണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു മറ്റൊരു വനം കൊള്ളയായിരുന്നു മെർക്കിസ്റ്റൺ ഭൂമി ഇടപാട്. തിരുവനന്തപുരത്ത് നടന്ന ISROയ്ക്ക് വേണ്ടി
പിന്നെ ഭൂമി വാങ്ങിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപാടിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് അതിനെക്കുറിച്ച് നടന്ന അഴിമതിക്കകത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത് കേരളത്തിലെ ഒരു പ്രമുഖ ഈ ദേശീയ ദിനപത്രത്തിൻ്റെ ലേഖകനെതിരെയായിരുന്നു. അത് വന്നിട്ട് അയാളെ വെള്ളപൂശി വിടാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത്. അതിനുശേഷം 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതേ മാധ്യമപ്രവർത്തകനും ആ പത്രവും ഉൾപ്പെട്ട അതായത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ അന്നത്തെ മേധാവിയായിരുന്ന ഡോക്ടർ രാജശേഖരൻ നായരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദ ഹിന്ദു ദിനപത്രം, ഞാൻ ഈ പറഞ്ഞത് ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖനയാണ്, ഇപ്പോൾ ഞാൻ തൽക്കാലം പേര് പറയുന്നില്ല എന്നുള്ളൂ. ആ ഹിന്ദു ദിനപത്രത്തിൻ്റെ പത്രത്തിൽ ഇത്തരത്തിൽ പല വാർത്തകൾ വന്നതിനെക്കുറിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഹൈക്കോടതിയിൽ ഒരു കേസ് വന്ന സമയത്ത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നിവേദിത പി ഹരൻ അന്ന് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിനകത്ത് വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ പണം വാങ്ങിയാണ് ഈ പത്രവും ഈ ഇടപാടുകൾ നടത്തിയെന്ന്. അതായത് പെയ്ഡ് ന്യൂസ്. ഞാൻ ആ 2 വരി വായിക്കാം, 2 വരി. It is therefore not surprising that over the last 4 months, a number of write-ups have been noticed in the same daily in praise of the respondent and pointing out how the Science and Technology Department of the government would suffer in case the respondent was not allowed to extension of tenure. With the regular feeds from the respondent to the daily amounting to lakhs of rupees, it is not surprising that such news items have appeared. This is a clear example of paid news. കേരളത്തിലെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർ നടത്തുന്ന തട്ടിപ്പുകളിലെ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? അല്ല ശ്രീ റോയ് മാത്യു, അങ്ങനെ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നവരൊക്കെ വാഴ്ത്തപ്പെടുകയാണല്ലോ അല്ലേ? അവരെയൊക്കെ സംരക്ഷിക്കാൻ ഇവിടെ ആളുകളുണ്ട്, അവർക്കൊക്കെ ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. അതേസമയം ശൂന്യതയിൽ നിന്നും വാർത്ത ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത്. പറഞ്ഞോളൂ. അല്ല, ശൂന്യതയിൽ നിന്നും വാർത്ത സൃഷ്ടിച്ച് പലരുടെയും നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട്, മാധ്യമ പ്രവർത്തനം നടത്തുന്ന പലരുടെയും നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ സെലക്റ്റീവ് വേട്ടയാടൽ മാത്രമാണല്ലോ നടക്കുന്നത്. ഞാനത് സമ്മതിക്കുന്നു. അനിൽ അതിൻ്റെ ഒരു വിക്ടിമാണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാൻ വരുന്നത്. അതായത് കേരളത്തിൽ ഈ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നടന്ന പ്രധാനപ്പെട്ട 2 ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു. 2016 കേരളത്തിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരായിരുന്നു LDFന്റെ CPMന്റെ സീറ്റ് വാങ്ങിച്ച് മത്സരിച്ചത്, ഇല്ലേ? അതിനകത്ത് മത്സരിച്ച ഒരാളുടെ ചാനലിലാണ് ഇതേപോലെ ദീപക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, റിപ്പോർട്ടർ ചാനൽ, ഇല്ലേ? അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, ഇടതുപക്ഷവുമായി ചേർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ തട്ടിപ്പ് നടത്താനുള്ള ലൈസൻസാണ് മിക്കപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഏക സംഘടന എന്ന് അഭിമാനിക്കുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ ദീപക് ധർമ്മടം നടത്തിയ തട്ടിപ്പിനെ കുറിച്ച്, അയാളെക്കുറിച്ച് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ വന്നിട്ട് ഒരു ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. സംഘടനാ അംഗമാണ് അയാൾ അതിനു മുമ്പ് തന്നെ അതിൻ്റെ എന്തോ ഭാരവാഹിത്വമൊക്കെ വഹിച്ചിരുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ഇതുവരെ അയാളോടൊരു വിശദീകരണം ചോദിക്കാൻ ഈ സംഘടന തയ്യാറായിട്ടില്ല. കാരണം ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. അത് മാത്രമല്ല ശ്രീ റോയ് മാത്യു, ഈ എമിഗ്രേഷൻ ക്ലിയറൻസിനായി ബംഗളൂരു സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഈ മാധ്യമ പ്രവർത്തകനാണ്. കേരള മീഡിയ അക്കാദമിയിലെ അംഗമാണ് അദ്ദേഹം. പ്രസ് അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹത്തിന് പലപ്പോഴും സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളും ലഭിക്കാറുണ്ട്. അപ്പം വരും തലമുറയെ എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് അദ്ദേഹം പഠിപ്പിക്കും. അനിലെ, വരും തലമുറയെ അദ്ദേഹം എങ്ങനെ മാധ്യമ പ്രവർത്തനം തട്ടിപ്പ് നടത്താമെന്ന് അദ്ദേഹം പഠിപ്പിക്കും. അതിനകത്ത് നമ്മൾ അതിശയിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് പിന്തുണ നൽകാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അത് നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണങ്ങളുണ്ട്. ഞാനതാണ് പറഞ്ഞത്, അഴിമതിയെക്കുറിച്ച് അമരകോശവും ശബ്ദധാരാവലിയും നിഘണ്ടുവും ഒക്കെ വെച്ച് പരിശോധിക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചില്ലെങ്കിലുള്ള അതിശയമുള്ളൂ. കാരണം ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാൾക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും നിൽക്കുകയാണ്. ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. ഫോർജറിക്ക് കേസെടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്.
അതേപോലെ തന്നെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് നമ്മുടെ IT ആക്ട് അനുസരിച്ച് കേസെടുക്കാം. അതേപോലെ തന്നെ മറ്റ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കാം. ഇതൊക്കെ നിൽക്കുകയാണ്. അപ്പം പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അയാളെ ഇപ്പോഴും വെള്ളപൂശുകയാണ്. എന്നെ അത്ഭുതപ്പെടുന്ന ഇതൊന്നുമല്ല, അയാൾ ഇപ്പോഴും എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനായി തുടരുന്നു എന്നുള്ളതാണ്. ഇതിന് അനിൽ പരാമർശിച്ച ആ വ്യാജ ഡിഗ്രിയുടെ കേസ് അല്ല, അത് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ബാംഗ്ലൂർ മിറർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്തയാണ്. അതായത് ധർമ്മടം പോലീസ് ഹാവ് booked a case under various sections of Indian Passport IP Act and Indian Penal Code IPC. An FIR has been submitted to the Talasheri Judicial First Class Magistrate Court with the charges under sections 468, 471, 419 of the IPC and 12B of IP Act. എന്നിട്ട് 2013 FIR രജിസ്റ്റർ ചെയ്തതാണ്. ഒരുപക്ഷെ ആ കേസും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇദ്ദേഹം വിജയേട്ടൻ എന്നാണല്ലോ സ്നേഹത്തോടെ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസവും വിജയേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ സാമൂഹ്യ മാധ്യമത്തിലുണ്ട്, FBയിലുണ്ട് പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ പരിരക്ഷയും ലഭിക്കുന്നു. അല്ല, ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ വീണ്ടും ഇത്തരം തട്ടിപ്പ് കേസുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സപ്പോർട്ട് ഇല്ലാതെ ഇത് നടക്കത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ട് അയാളുടെ സ്ഥാപനം അയാളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം ഉണ്ടാകുന്നത്. ഒരു സംശയത്തിൻ്റെ പേരിൽ എത്രയോ മാധ്യമപ്രവർത്തകരെ അവരുടെ സ്ഥാപനങ്ങൾ പുറത്തു നിർത്തുകയോ പറഞ്ഞു വിടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് ആ മാധ്യമ സ്ഥാപനം മൗനം പാലിക്കുന്നു എന്നുള്ള ഈ രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടാകാത്തത്? അതാണ് അത്ഭുതപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, കേരളത്തിലെ വനം മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നത്. ഈ വനം മന്ത്രിയുടെ അടുത്താണ് ഈ മാധ്യമപ്രവർത്തകൻ ആദ്യം പോയി അയാൾ സ്ഥാനമേറ്റ സമയത്ത് പോയി കാണുകയൊക്കെ ചെയ്യുന്നത്. ഈ ഇടപാടുകളിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. 2 IFS ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ടാണ് ഈ വനം മന്ത്രിയുടെ മുന്നിലിരിക്കുന്നത്. വനം മന്ത്രി അതിനകത്ത് ഒരു ശുപാർശ പോലും ചെയ്യുന്നില്ലല്ലോ. ഈ 2 പേർക്കെതിരെ, ഈ ആരോപണ വിധേയരായ ഈ ഉദ്യോഗസ്ഥനും ഈ മാധ്യമപ്രവർത്തനെതിരെ കേസെടുക്കണമെന്ന് സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ശുപാർശ പോലും അദ്ദേഹം കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് പിന്നെ ഇനി വരാനിരിക്കുന്ന നമ്മളെ സുവർണ കാലഘട്ടം പ്രതിപാദിക്കാൻ പോകുന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനകത്ത് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് നല്ല 1ാം ക്ലാസ് അപ്പെക്സ് അൾട്ടിമ പെയിന്റ് വാങ്ങിച്ച് പൂശി ഇവരെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. കാരണം ഈ കഴിഞ്ഞ 6-6.5 വർഷത്തിനിടയിൽ നടത്തിയ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണങ്ങളുടെ പരിണാമം എന്തായിരുന്നു, ഇത്തരം കേസുകളെക്കുറിച്ച് അന്വേഷിച്ച കേസുകളുടെ പരിണാമം എന്തായിരുന്നു എന്ന് ഒരു പിന്നാമ്പുറം ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിൻ്റെ പേരിൽ ഈ പ്രതികളൊന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് ആരായിരിക്കും എന്നറിയാമോ? പാവപ്പെട്ട ആദിവാസികൾ, അതല്ലെങ്കിൽ വാച്ചർ, അല്ലെങ്കിൽ താഴെയുള്ള പിന്നെ കാഷ്വൽ വർക്കേഴ്സ്, ഇവരൊക്കെ ആയിരിക്കും ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. ഇവരാരും ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. അതിനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരെ പരസ്യമായിട്ട് ഈ വനം കൊള്ള നടത്തിയ ആൾക്കാർ ഫോണിൽ വിളിച്ച പിന്നെ ആ ശബ്ദമൊക്കെ നമ്മൾ പുറത്തു വന്നതാണ്. ഒരു നടപടി പോലും ഉണ്ടായില്ലല്ലോ. പ്രതിപക്ഷം സഭയിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവരുടെ അറസ്റ്റ് പോലും ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ്, ഞാനിപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച മാധ്യമപ്രവർത്തകനെതിരെ ഒരു നടപടിയും ഉണ്ടാവാത്തത്? ഞാനതാണ് സംശയിക്കുന്നത്. കാരണം ഈ തൊഴിലെടുത്ത് കഴിഞ്ഞ 10-35 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ ഗുരുതരമായ സംശയം ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഇത്തരം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തെക്കുറിച്ച് അറിയിക്കാൻ ബാധ്യതയുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ പണിക്ക് കൂട്ടുനിന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് പൊതുസമൂഹം വിരൽ ചൂണ്ടുന്നത്. അതിനെതിരെയാണ് ഈ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നടപടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരക്കാരെ മീഡിയ അക്കാഡമിയിലും പ്രസ് അക്കാഡമിയിലും ഒക്കെ വെച്ച് വരും തലമുറയെ തട്ടിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഓക്കെ, എന്തായാലും 2 IFSകാർ കൊടുത്ത റിപ്പോർട്ട് പോരാ. ഇനി ADGP S. ശ്രീജിത്ത് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ നടപടി സ്വീകരിക്കുന്നു എന്ന് കരുതുന്നത് ശുദ്ധ ഭോഷ്കാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തിരിച്ചെത്താം മറ്റൊരു ഇടവേള കൂടി.